ഒരു രാത്രി നടക്കുന്ന കഥയാണ്. ഒരു രാത്രി ഒരു വൈകുന്നേരം തുടങ്ങി പിറ്റേ ദിവസം വെളുപ്പിനെ വരെ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ജോഗ്രഫിയോ ഒന്നും നമുക്ക് അതിനകത്തൊരു വരുന്നില്ല, പ്രതിപാദിക്കുന്നില്ല അതിനകത്ത് സിനിമയ്ക്കകത്ത്. അതിങ്ങനെ വളരെ ത്രില്ലിംഗ് ആയി കണക്ട് ചെയ്ത് ലൈഫ് ഗെയിം എന്ന് പറഞ്ഞ പോലെ ഒരു ഗെയിം പോലെയാണ് ഇത് പോകുന്നത്. എന്റെ ക്യാരക്ടർ ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ഞാൻ ദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ക്യാരക്ടേഴ്സ് വരുന്നത്. ഇപ്പം അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ബഡ്ഡിപ്പേർ പോലെ നടക്കുന്ന ഒരു ആളാണ്. അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളാണെങ്കിൽ ചീത്ത കാര്യങ്ങൾ, അതിലെപ്പോഴും ഒരു സഹായത്തിന് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഇതില് പോലീസ് വേഷം മുമ്പ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? പിന്നെ ഗഗനജാതിയിലൊരു ഫ്യൂച്ചർ പോലീസുകാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഭ്യൂഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നെഗറ്റീവ് അല്ലേ? ഒരു സീനുള്ളൂ, ഒരു സീനാണ്. എനിക്കിവിടെ ജോണ് പൊതുവെ പല ആളുകളും വിചാരിക്കുന്നത് മലയാളിയാണെന്ന് പലർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നത് ജോണിന്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഒന്ന് മലയാളി ആണോ അല്ലയോ എന്നുള്ളത് നമുക്കൊരു, അതായത് ഒരു പാൻ ഇന്ത്യൻ ആക്ടർ ലുക്ക് ഉണ്ട്. പിന്നെ ഒന്ന് വില്ലനും അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാരക്ടറിനും പറ്റുന്ന ഫേസ്. അത് ദോഷമാവാം ഗുണമാവും. അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ ഈ വരുന്ന സിനിമകളിൽ അങ്ങനെ അതൊരു നെഗറ്റീവ് ആയിട്ടുണ്ടോ അതോ പോസിറ്റീവ് ആണോ ആയിരിക്കും ഈ ലുക്ക്? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. അല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിരുന്നു. കാരണം എല്ലാ ഈ പറഞ്ഞ ഭയങ്കര നെഗറ്റീവ്. ഇപ്പൊ മാൻവരി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറെ പരിപാടി, അങ്ങനത്തെ ഒരു പരിപാടികൾ മാത്രം വന്നു, ചെറുതും വലുതായിട്ട്. ഒരുവിധം കുഴപ്പമില്ലാത്ത പരിപാടികൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്കും മടുപ്പായി. കാരണം ഇത് ഒരേ പാറ്റേൺ, എനിക്കിതിന്ന് പൊട്ടി പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഒരേ സംഭവം. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് പറയണം, നീ ആ പടത്ത് ചെയ്തതിനാണ് ഇതിനകത്തിട്ടേക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ശരിയാണ്. ഇപ്പൊ വേറൊരു സാധനം നമ്മളെ വിളിക്കുന്ന ആൾക്കാർ ആൻമരിക്കത്ത് ചെയ്ത അതേപോലെ അങ്ങനെ തന്നെ ടൈപ്പ് കാസ്റ്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പോലീസുകാരുടെ. പിന്നെ പടപടിയെ പോലീസ് എനിക്ക് ഒരുപാട് പടം ഒഴിവാക്കി. വേറൊന്നുകൊണ്ടല്ല, എല്ലാം ഈ പറഞ്ഞ ചെറിയ അടിപൊളി സീനുകളും ഇത് ഒന്നും ചെയ്യാനില്ല. ചിലപ്പോൾ നായകനെ അറസ്റ്റ് ചെയ്യുന്ന സീനായിരിക്കും, പക്ഷെ മെയിൻ സീനായിരിക്കും. പക്ഷെ അതും ഞാൻ കുറെ ചോട്ടി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കുറെ പടങ്ങൾ ഇല്ലാതായി. പക്ഷെ സ്റ്റിൽ ഞാൻ അത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. എന്തായാലും നല്ല പരിപാടികൾ എനിക്ക് ഫ്യൂച്ചറിൽ വരും എന്ന് വിചാരിക്കുന്നു. മേ ബി എന്റെ ഒരു ഫിസിക്ക് വെച്ചിട്ട് ഒരിക്കലും പോലീസ് വരാൻ സാധ്യത ഇല്ലാത്തൊരു മേഖലയാണ്. പക്ഷെ ഇതെന്തോ അങ്ങനെ വന്നു. അതുകൊണ്ട് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് കാരണം ഞാനിങ്ങനെ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും റെഫറൻസ് പിടിച്ചിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞ പോലീസുകാർക്ക് ആദ്യം ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ കണ്ടു വളർന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ഇതുപോലത്തെ ഉള്ള പോലീസ് ക്യാരക്ടേഴ്സ് പഴയ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇന്നസെന്റിനെ പോലെയുള്ള ഒരുപാട് പേര് ചെയ്തു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഫറൻസ് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വേറെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇങ്ങനൊരു ആസ് എൻ ആക്ടർ ഒന്നാമത് എനിക്ക് ഞാൻ ഡയറക്ഷൻ എന്നുള്ള സാധനം കൂടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും വളരെ ബ്ലാങ്ക് ആയിട്ടാണ് പല സിനിമകളിലും പോകാറുള്ളത്. ഞാൻ പലപ്പോഴും കഥകൾ കേൾക്കാറില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഒരു സൗഹൃദ വലയത്തിലുള്ളതോ അല്ലെങ്കിൽ എനിക്ക് ഒരു ക്യാരക്ടറിന്റെ ഒരു സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഥയുടെ ഒരു ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രിപ്റ്റ് അയച്ചു തരണമെന്ന് ചോദിച്ചാലും ഞാൻ പറയാൻ വേണ്ട എന്നേ പറയാറുള്ളൂ. പലപ്പോഴും ഞാൻ പ്രിപ്പയർ ആവാതെയാണ് പോകുന്നത്. കാര്യം ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഏതെങ്കിലും ഒക്കെ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഒക്കെ ലോക്ക് ആയി കഴിഞ്ഞാൽ അതായിരിക്കില്ല ചിലപ്പോൾ മറ്റേ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത്. അതെ, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ്. ഈവൻ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ഉള്ളിൽ അതല്ലല്ലോ എന്ന സാധനമില്ല. അതുകൊണ്ട് ഞാൻ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷനൊന്നും നടത്താതെയാണ് പലപ്പോഴും ആക്ടിങ്ങിന് പോകുന്നത്. അപ്പൊ ബേസിക്കലി ശരിക്കും സിദ്ധാർത്ഥ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ആണോ ആക്ടിംഗ് ആണോ കൂടുതൽ സീരിയസ് ആയിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്? ഞാൻ സീരിയസ്നെസ്സിന് കുറവൊന്നുമില്ല. ആക്ടിങ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുമല്ലോ. അതെ, അല്ല എനിക്ക് ഇഷ്ടം ഒബിയസ്ലി ഡയറക്ഷൻ തന്നെയാണ്. എനിക്ക് പക്ഷെ നടനായിട്ടാണ് വന്നത്. അതെ, നടനായിട്ടാണ്. ഈ ഡയറക്ഷൻ മനസ്സിൽ വന്നത് പണ്ട് അച്ഛൻ ഡയറക്ടർ ആയതുകൊണ്ടാണോ? ആ ഒരു ചെറുപ്പം മുതലേ അതായിരുന്നു മനസ്സിലുണ്ടായത്? അച്ഛൻ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ ഓർക്കാറുണ്ട് പലപ്പോഴും ഈ സ്കൂളിലൊക്കെ ആണെങ്കിലും ഈ അംബീഷനൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ എങ്കിലും പറയും ഡോക്ടർ ആവണം ഇതാവണമെന്നുള്ളത്. അപ്പൊ എന്റെ ചെറുപ്പം മുതലുള്ള അംബീഷൻ എഴുതാനൊക്കെ ടീച്ചർ പറയും അല്ലെങ്കിൽ എഴുതാൻ ആരാഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ശരിക്കും. കാര്യം അച്ഛൻ ഈ പറഞ്ഞ
ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിരുന്നു. അപ്പൊ അച്ഛന്റെ സുഹൃത്തുക്കൾ അവിടെ വരും. അപ്പൊ ഞാൻ ജനിച്ചു വളർന്നപ്പം മുതലേ കാണുന്നത് ഇത് തന്നെയാണ്. കാണുന്ന അവരുടെ സംസാരം കേട്ടാണ് വളർന്നത്. അപ്പൊ ഈ ബർഗ്മാന്, സെന്യൂക്കിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയറക്ടർ ഫ്രാൻസിസ് ഡി കപ്പോള, അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പരിചിതമായ ആരവമാണ് ഇവരെല്ലാവരും. പക്ഷെ അവരൊന്നും എനിക്കറിയില്ല, അവരാരാണെന്നോ അല്ലെങ്കിൽ അവരുടെ സിനിമകൾ എന്താണെന്നോ അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ബർഗ്മാനൊക്കെ എനിക്കറിയാം, അച്ഛൻ്റെ ഏതൊരു അടുത്ത കൂട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് എനിക്കറിയാം. അപ്പം എൻ്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു, വേറൊരു തൊഴിലിലേക്ക് പോകാം എന്നുള്ള. അപ്പൊ ചെറുപ്പം മുതലേ അച്ഛൻ ഈ വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലായിരിക്കും അതിന്റെ മെസ്സും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും അച്ഛൻ കൂടുതലും ചെയ്യുന്നതൊക്കെ. അന്ന് ഈ ദൂരദർശനിൽ സീരിയലൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും ഷൂട്ടിങ്. അപ്പൊ ഞാൻ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ലൊക്കേഷനിലോട്ട് പോകും. അപ്പൊ വേറൊരു ഓപ്ഷൻ ഇല്ലാതിരുന്നുണ്ട്. അപ്പൊ അന്ന് മുതലേ ഈ ഡയറക്ഷൻ എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിൽ. പക്ഷേ അപ്പൊ ഈ പറഞ്ഞാവുന്നു. അപ്പൊ അത് സിനിമയിൽ ഞാൻ പറഞ്ഞ അപ്പൊ വേറെ വഴി നോക്കാൻ പറ്റുന്നല്ലോ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആ വഴി പോവാതെ എന്തുകൊണ്ട് അഭിനയത്തിലോട്ട് പോകുന്നു? ഇല്ല, അഭിനയത്തിലോട്ട് വന്നത് അത് വളരെ യാദൃശ്യമായിട്ടാണ് ഈ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഷോയിലേക്ക് ഞാൻ വരുന്നത്. ഞാനും ജിയോ ബേബി, ഡയറക്ടർ ജിയോ ബേബിയും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഓഡീഷന് പോകുന്നതൊക്കെ. അങ്ങനെ പോയി എനിക്ക് കിട്ടിയില്ല, ജിയോയ്ക്കും കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ രണ്ടുപേരെയും കിട്ടിയില്ല. പക്ഷെ ഞാൻ പിന്നീട് അവർ വിളിച്ചിട്ട് എനിക്ക് എന്തോ ഒരു മറ്റേ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്തോ ആയിരുന്നു. സെക്കൻഡ് റൗണ്ടിൽ വരാൻ പറഞ്ഞു. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ പോയ സമയത്താണ് ശരിക്കും ഇത് കിട്ടുന്നത്. അവിടെ മുതലാണ് ശരിക്കും ആക്ടിങ് എന്ന് പറഞ്ഞ സംഭവം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അത് വന്ന് അതിന്റെ ഫൈനൽ സമയത്ത് എനിക്ക് അതിന്റെ സെക്കൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബെസ്റ്റ് ആക്ടറിൽ. ഫസ്റ്റ് നമ്മൾ സുരഭി എന്ന് പറഞ്ഞ സുരഭി ലക്ഷ്മി ഫസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ജഡ്ജായിരുന്നു രഞ്ജിത്ത് സാറ്, ഡയറക്ടർ രഞ്ജിത്ത് സാറ്. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് രഞ്ജിത്ത് സാറ് തിരക്കഥ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്നെ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്തു. അതെ അതെ. അപ്പൊ അങ്ങനെ വന്നു. അത് വന്നു കഴിഞ്ഞ് പിന്നെ അടുത്ത വർക്ക് വന്നു. ശ്യാം സാർ ഋതു ചെയ്തപ്പോഴത്തേക്കും ഋതുവിനകത്ത് വിളിച്ചു. അങ്ങനെ ഒരു ഫ്ലോയിലങ്ങ് പോയി. 2009-10 എന്ന് പറഞ്ഞ കുറെ പേര് വന്ന ഒരു ആസിഫൊക്കെ ഈ ഋതുവിനകത്താണ് ആസിഫ് അതിന്റെ വിനയ് ഫോട്ടോ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മലവാടിയിലൂടെ കുറെ പേര് വന്നു. റീസെന്റ് ആയിട്ട് എനിക്ക് കണ്ടത് എനിക്ക് ഓർമ്മ സൗദി വെള്ളക്കയിലെ അതൊരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കര നമ്മളെ പോലെ ടച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അത്. ഈ പറഞ്ഞ പോലെ വലിയ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ജോണ് ഇങ്ങോട്ട് വരവ് യാദൃശ്ചികമായിട്ടുള്ള വരവായിരുന്നു തോന്നുന്നില്ല. അങ്ങനെ സിനിമ പ്ലാൻ ചെയ്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമ ഭയങ്കര ഫോളോയായിരുന്നു. പണ്ടുപോലെ ക്യാസറ്റൊക്കെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ലാലട്ടൻ ഇങ്ങനെ മാറ്റി അപ്പം മുതലേ സിനിമയോട് ഇതുപോലെ അങ്ങനെ ഒരു സിനിമ കണക്ഷൻ ഫാമിലിയിലൊന്നും ഒരു കണക്ഷനില്ല. അങ്ങനെ അപ്പൊ ആ ഒരു സിനിമയോടൊരു ഇഷ്ടം കാരണം ഞാൻ സിനിമയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്റെയൊക്കെ സമയം ഒന്നെങ്കിൽ കലാപ്രതിഭ ആവണം, അല്ലെന്നുണ്ടെങ്കിൽ മിമിക്രി ചെയ്യണം. ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ മിമിക്രിയൊക്കെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടല്ലാതെ എവിടെയൊന്നും പോയി മത്സരിക്കുക ഒന്നും ചെയ്തില്ല. സ്കൂളിൽ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഡയറക്ട് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു ബേസ് അന്നൊരു ബേസ് ഉള്ളിൽ എനിക്ക് സിനിമ എന്നുള്ളൊരു പരിപാടി. ഇപ്പം ആക്ടിങ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സിനിമയായിരുന്നു ആക്ടിങ് എന്ന് എനിക്ക് ചെറുപ്പം തിയേറ്ററിൽ പോയിട്ടില്ല. സിനിമ ഭയങ്കര ആഗ്രഹം. അപ്പൊ അങ്ങനെ അന്ന് മുതൽ സിനിമ ആഗ്രഹം. സിനിമയിലേക്ക് എത്തിപ്പെടാൻ ഒരു പ്ലാറ്റ്ഫോം വേണം. അങ്ങനെയാണ് ഞാൻ മോഡലിംഗ് ചൂസ് ചെയ്തത്. മോഡലിംഗ് ഞാൻ അതിനെ സിനിമയ്ക്ക് വേണ്ടി ചൂസ് ചെയ്യായിരുന്നു. അങ്ങനെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കൊച്ചി വന്ന് മോഡലിംഗ് ചെയ്തു. ആ സമയത്ത് കുറെ ഓഡീഷൻ, ആ സമയത്തൊക്കെ ഒരുപാട് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ ഓഡീഷൻസ് പോകാൻ. അങ്ങനെ ഓഡീഷൻസ് പോയി ശീലമായി. അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെയാണ് ഈ പറഞ്ഞ മിഥുനാനിലൊക്കെ. അങ്ങനെ എന്റെ സുഹൃത്തായി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം പട്ടത്തിമരത്തിലേക്ക് എനിക്ക് അരുൺ ചന്തു മറ്റേ ഡയറക്ടറിന്റെ റൂംമേറ്റായിരുന്നു. അപ്പൊ അവരാണ് എന്നെ പട്ടത്തിമരത്തിലേക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യിക്കുന്നതും. അപ്പൊ അങ്ങനെ വന്നു. അപ്പം അങ്ങനെ പ്രകാരം ഇങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെടുക ചെയ്തത് ആഗ്രഹിച്ചു തന്നെ. ഉറപ്പായിട്ട് ഞാൻ എന്റെ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ ആഗ്രഹിച്ചിട്ട് ഞാൻ സിനിമ നടന്ന് എഴുതിയിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ ഇതാണ് ചെയ്യാൻ പോവാന്ന്. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കുറച്ചാളൊന്ന് വിട്ടേക്ക് ഞാനൊന്ന് നോക്കട്ടെ. പക്ഷെ എന്റെ മനസ്സിൽ മൊത്തം ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അപ്പൊ എന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പഠിക്കാൻ പോയിട്ട് വേറെ പരിപാടിക്കൊന്നും പോകാൻ പറ്റില്ല. കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ആവറേജ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ കുറെ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയിട്ട് ഒരു സുബ്രാജിന്റെ വാദം പറഞ്ഞു, നീ ഇത് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു പരിപാടി നടത്തുന്നു. അതെന്നെ ഹോൾഡ് ചെയ്തു. അപ്പൊ
എനിക്ക് മനസ്സിലായി പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ കേൾക്കുമായിരിക്കും. അങ്ങനെ ഞാൻ പഠിച്ച് പാസ്സായ ശേഷം ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഇനി കുറച്ച് സമയം വേണം, ഞാൻ എന്റെ വഴിക്ക് പോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വന്നിട്ട് ഷിപ്പായിട്ട് ജോലി ചെയ്തു. അതിന്റെ കൂട്ടത്തിലാണ് ഈ കൊണ്ടീഷനും കാരണം മോഡലിംഗ് ഒക്കെ ചെയ്തത്. 2010 ആ സമയം മുതൽ സിനിമയാണ് എന്റെ ഫോക്കസ്. ഉറപ്പിച്ചു സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഞങ്ങൾ കുറെ നാൾ അടുത്ത സുഹൃത്തിന്റെ നെയ്ബറായിരുന്നു. ഈ ആള് ഡയറക്ടറും കൂടി ആയതുകൊണ്ട് ഈ ഒരുമിച്ച് അഭിനയിക്കുമ്പോ മാറി നിന്ന് നോക്കുമ്പോ ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ കൂടി ഇതില് നമ്മുടെ ഒരു സംവിധായകൻ കൂടി നടന്നാവുമ്പോൾ എന്താണ് ആളുടെ ക്വാളിറ്റി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചേട്ടൻ ഇടയ്ക്ക് നോക്കും. ചേട്ടൻ ഞാൻ ഇതിൽ ചെയ്തോണ്ടിരിക്കും. ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഞാൻ മാറ്റും. ഇവിടെ കൊള്ളാണ് ചേട്ടാ ആക്ടറല്ല ഡയറക്ടർ ഇല്ല കൊള്ളാം നല്ലതെന്ന് പറയും. അതല്ലാതെ എനിക്ക് ചേട്ടൻ വേറെ എനിക്ക് അങ്ങനെ ഒരു ഡയറക്ടറിനുള്ളൊരു റെസ്പെക്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ജെല്ലുണ്ട്. ഞാൻ ചേട്ടനായിട്ട് എനിക്ക് ഭയങ്കര കമ്പനിയാണ്. എന്ത് കാര്യം ഞങ്ങൾ ഞാൻ എന്ത് പൊട്ടത്തിലും ചോദിക്കും ചേട്ടനത്. ഞങ്ങൾ ചേട്ടൻ എന്റെ ഡയറക്ടർ ആയതുകൊണ്ട് ചില കുഴപ്പങ്ങൾ അതിന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇത് പ്രത്യേകിച്ച് ഒരു അഭിനയിക്കാൻ വിളിക്കുമ്പോൾ വേറെ സംവിധായകൻ അവൻ ഡയറക്ടറാണ്, അവരോട് വന്ന് കൈ കടത്തും. ഇങ്ങനെ ചിന്തിക്കാം. അത് പക്ഷെ ഒരു പല ക്യാമറമാൻമാരും നമുക്ക് പല എക്സാമ്പിൾസ് ഉണ്ട്. അവരൊരു ക്യാമറമാൻ ഒരു സിനിമ സംവിധായകനായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ക്യാമറമാൻ ആയിട്ടുള്ള വർക്കുകൾ കുറയുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതൊരു പരസ്യമായ രഹസ്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു സംവിധായകനായ ശേഷം പിന്നീട് അവർ നടക്കുന്ന രീതിയിലുള്ള ഒരു അവസരങ്ങൾ കുറയുന്ന പോലെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിപ്പോ ഈ ഞാൻ ശരിക്കും ആക്ടറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ ബേസിക്കലി എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എന്റെ സർക്കിളുമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാവരും പറയുന്ന കാര്യം ഞാൻ ഭയങ്കര കുഴപ്പമായിട്ടൊരു മനുഷ്യനാണ് എന്നാണ് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഒന്നിനു വേണ്ടിയിട്ടും അതിനുവേണ്ടി ഭയങ്കരമായ തീവ്രമായി ഞാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഡയറക്ഷൻ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യാനായിട്ട് 101 ചോദ്യങ്ങളാണ് എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരുപാട് നാൾ ആ കഥ ഇങ്ങനെ കൊണ്ട് നടക്കുകയും ഒക്കെ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി കുറെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ അതെല്ലാം സ്ട്രഗിൾ തന്നെയാണ്. പക്ഷെ സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് എന്തായാലും ഒരു എഫേർട്ട് ഒരിക്കലും നടക്കില്ല. സഖാവായാലും വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്. കൊച്ചു സിനിമകളല്ല ഞാൻ പറഞ്ഞ കൊച്ചു അത്യാവശ്യം സ്റ്റാർ കാസ്റ്റിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതൊരു എഫേർട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ അതിനകത്ത് എനിക്കത് ഞാൻ ഇത്രയും ചെയ്തപ്പോ തന്നെ എനിക്ക് ഇത്രയും ഉണ്ടായിരുന്നു. ചില സാധനങ്ങൾ ചില റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് കുറച്ചുകൂടെ ഒരു ഇത് ചെയ്യാമായിരുന്നു എന്ന്. കൂടുതൽ സിനിമകൾ ചെയ്യാമായിരുന്നു. കൂടുതൽ സിനിമകളോ അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ആക്ടിങ്ങിനെ ആണെങ്കിൽ പോലും അത് ഇപ്പൊ ഞാൻ ഒരു 10 പേരോടോ അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഡയറക്ടേഴ്സിനോട് പോയിട്ട് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് അഭിനയിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ചെയ്തതിനേക്കാൾ കൂടുതൽ സിനിമകൾ എനിക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യാതിരുന്നത് ഒരു മോശമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ ചോദിക്കുന്ന മോശമാണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. അവസരങ്ങൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം അദ്ദേഹം പിന്നെ ഡയറക്ഷനിലായിരിക്കും, സിദ്ധാർത്ഥ ഡയറക്ഷനിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത പുള്ളിക്ക് ആക്ടിങ് താല്പര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു നമ്മുടെ ഒരു മീൻസ് ഓഫ് നമ്മുടെ ഒരു ഫുഡും കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു ആവശ്യം കൂടെയാണല്ലോ. അപ്പം ആക്ടിങ് എനിക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യൽ ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ആക്ടിങ്ങിൽ കൂടെയാണ് കിട്ടുന്നത്. പലപ്പോഴും ഞാൻ ആക്ടിങ്ങിലൂടെ കിട്ടുന്ന പൈസ കൊണ്ടാണ് പലപ്പോഴും ഞാൻ സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ 9 സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 3 സിനിമകളാണ് അവർ ഭയങ്കര കൊമേഴ്സ്യലി ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒരു എൻ്റെതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വ്യൂവം അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫുള്ളി ആക്ടിങ്ങിലൂടെയാണ്. അപ്പൊ ഞാൻ അഭിനയിക്കുന്നതിന്റെ ഒരു കാരണം ഞാൻ അഭിനയിക്കുന്ന പൈസ വെച്ച് ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ടില്ല അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ടില്ല. ഞാൻ ആകെ ഇട്ടിട്ടുള്ള വേറെ സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. സിനിമയിലാണ് ഞാൻ നിക്ഷേപിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു പാഷൻ എന്ന് പറയുന്നത് ശരിക്കും 100% പാഷനേറ്റ് ആയിട്ട് ശരിക്കും സ്വന്തമായിട്ടുള്ള സിനിമ. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞ പോലെ സിനിമ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ബെസ്റ്റ് ഡയറക്ടറിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയൊക്കെ ഇതെല്ലാം പ്രൊഡക്ഷൻ ഞാൻ തന്നെയാണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രൊഡക്ഷൻ ചോദിച്ചൊന്നുമല്ല. കുറെ സുഹൃത്തുക്കള് നമുക്കുള്ള കൂട്ടായ്മയിലുണ്ടാകുന്ന സിനിമകളാണ്. അപ്പൊ അത്തരം സിനിമകൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ അഭിനയിച്ച സിനിമകൾ തന്നെയാണ്. ഒബിയസ്ലി ഒരു എന്താ പറയുക നല്ല പ്രൊഡക്ഷൻ ഉള്ള സിനിമയിൽ പോയി ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഫുള്ളി കോൺഫിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവിൻസ്ഡ് ആയിട്ടുള്ള സിനിമകളെ ചെയ്യുള്ളൂ. ആ, അഭിനയിക്കാൻ പോകുമ്പോൾ അതിനൊന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാത്ത സിനിമയായിരിക്കാം, ഇഷ്ടമില്ലാത്ത സ്ക്രിപ്റ്റ് ആയിരിക്കാം, പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ പണത്തിന് വേണ്ടിയെങ്കിലും പോയി അഭിനയിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഉള്ളിലൊരു സംവിധായകന്റെ ഒരു എന്താ പറയാ, സംവിധായകൻ ഒരു രോഷം വരാറുണ്ട്. സംവിധായകനായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അതിനകത്തൊരു ഒരു സംവിധായകന്റെ രോഷത്തേക്കാൾ കൂടുതൽ ഒരു കാണിയുടെ രോഷമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഞാനതിനെ കാണുന്ന ഒരു സംവിധായകന്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ഞാനൊരു പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നത് ഇത് ബോറാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് പല സാധനങ്ങളും. ഇത് അപ്പം ഞാൻ ഡയറക്ടറോട് സംസാരിക്കും, ചേട്ടാ ഇങ്ങനെ ഈ ഒരു സംഭവം ഞാൻ ഇത്രയും ഓവറാക്കി ചെയ്യണോ, അത് കുഴപ്പമില്ല അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആഫ്റ്റർ ഓൾ അത് അദ്ദേഹത്തിന്റെ ഒരു വിഷനാണത്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ചിലത് എനിക്ക് കൺവിൻസ്ഡ് ആവാറുണ്ട്, ചിലത് ഞാൻ പറയുന്നത് അവർക്ക് കൺവിൻസ്ഡ് ആവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ചകളിലൂടെയൊക്കെ ഇതാവാറുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഇടപെടില്ല. പക്ഷെ എപ്പോഴും ഞാനൊരു ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാനൊരു പ്രേക്ഷകന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത ഒരു സിനിമ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ പലപ്പോഴും. കൂടാതെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ ആദ്യം ചെയ്ത ഈ പറഞ്ഞ ആത്മീയതയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കൊച്ചു പിള്ളേരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതെങ്കിൽ എനിക്ക് ഈ ശാരീരിക പീഡനം എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ ചില കഥകൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് റേപ്പ് സീന് അങ്ങനത്തെ പരിപാടിയൊന്നും തരാതിരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല, എനിക്കത് എന്റെ വീട്ടിലൊക്കെ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അപ്പനമ്മയ്ക്ക് ഭയങ്കര ഓർത്തഡോക്സ് ആണ്. അപ്പൊ കുറച്ചൊക്കെ ഞാനത് എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തോ ഒരു വിഷമോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സീനുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും. എനിക്ക് ഇഷ്ടമല്ല ചെയ്യാൻ. അപ്പൊ അത് കൂടുതലും വരുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് പണം കുറവ്. എനിക്കത് ഞാൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നല്ല കുറച്ച് പരിപാടികൾ ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ ചെയ്യാനായിരിക്കും. എനിക്ക് എന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്ത് ചില ആൾക്കാരെ ഇങ്ങനെ ലിഫ്റ്റിലൊക്കെ ഇങ്ങനെ നോക്കി. അല്ല, എനിക്ക് തന്നെ ജോണ്ണ ഞാനിപ്പോ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. എന്റെ മനസ്സിൽ ജോൺ ഫസ്റ്റ് വരുന്നത് തൃശ്ശൂർ പൂരത്തിലായിരുന്നു. എന്റെ മനസ്സിൽ ജോൺ തൃശ്ശൂർ പൂരം അയൽമറിയൊക്കെയാണ് എന്റെ മനസ്സിൽ. ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ട് ചെയ്ത സീനേ അല്ല. ബേസിക്കലി അപ്പൊ ജോണാണോ ശുദ്ധനാണോ പാവമാണോ? ചെയ്ത സമയത്ത് എനിക്കത് ഞാൻ ഒട്ടും ഹാപ്പിയിലായിരുന്നു. ഞാൻ ആ സീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ പടം വന്നോ പടമായിരിക്കും ഓക്കെ, പടത്തിലത് നീ ചെയ്ത പരിപാടി നല്ലതാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് ആ സമയത്ത് ഭയങ്കര. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടോ ഈ പറഞ്ഞ ബംഗാളി സീൻ ഉണ്ടോ, പല ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലും ബംഗാളികളാണ് ഇവന്മാരെ സീൻ കണ്ടു സാർ ഈ പടത്തിലല്ലേ സാർ എന്റെ കുറെ ആൾക്കാരങ്ങനെ വന്നു. പിന്നെ ഇതിങ്ങനെ അതിന്റെ റീച്ച് ഭയങ്കര ആ ഒരൊറ്റ സീൻ്റെ ആ വണ്ടി വരുന്നതും പിന്നെ ആ തുണി വരുന്നതും ആ സീൻ ഭയങ്കര റീച്ചായി. പല ലാംഗ്വേജിൽ ഡബ് ചെയ്ത് പോയി. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. റിലീസ് ആവാൻ പോവാണ്. എന്താണ് ഇതിപ്പോ പ്രതീക്ഷ? കേരളം കടന്നു പാൻ ഇന്ത്യ ആയി. അല്ല, ഉറപ്പായിട്ടും പാൻ ഇന്ത്യ പടങ്ങൾ ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരാളാണ്. എല്ലാം നേരത്തെ അമലും ചെയ്തു അല്ലെ? അമലും ചെയ്തു. ഇപ്പൊ കൂടുതൽ അവസരങ്ങൾ വരുന്നത് പുറത്തുനിന്നൊക്കെ വന്നു തുടങ്ങിയല്ലേ? പുറത്തുനിന്ന് എനിക്ക് വരുന്നുണ്ട്. ആക്ച്വലി തെലുങ്കിൽ ഇപ്പൊ 1-2 പരിപാടി എനിക്ക് വന്നിരുന്നു. അപ്പൊ ഒരെണ്ണം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അടുത്ത് ചിലപ്പോ ഒരു നല്ലൊരു വലിയൊരു ചെയ്യുന്നത്. എങ്ങനെയാണ് അടുത്ത ഡയറക്ഷൻ? ഞാനിപ്പോ ഒരു വർക്കിലാണ്. ഞാനൊരു ബയോപിക് ഞാൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നത്. ഡോക്ടർ VP ഗംഗാധരൻ, ഒരു ഓങ്കോളജിസ്റ്റ്. അദ്ദേഹത്തിന്റെ ജീവിതകഥയെ ബേസ് ചെയ്തിട്ട് അൺടോൾഡ് പുള്ളിയുടെ ഒരു ചെറുപ്പം മുതലുള്ള സംഭവങ്ങളെല്ലാം ബേസ് ചെയ്തിട്ട് ബയോപിക് ഇറക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികൾ ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ സിനിമ ജി മാർത്താണ്ഡൻ അതിനകത്ത് ചെറിയ ക്യാരക്ടർ റിലീസ് ആവാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഓഡിയൻസോട് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, മാസാണ് പടം തിയേറ്ററിൽ നിന്ന് കാണാം. ഒരിക്കലും ഇപ്പം ഇതൊന്നും ഈ പോസ്റ്ററൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്കൊന്നും അവർക്ക് കന്നഡ പടം ഡബ് ചെയ്തിട്ടില്ല. അല്ല, അവർ തെറ്റിദ്ധാരണയുണ്ട് പല ആളുകൾക്ക്. നമ്മൾ മലയാളത്തിൽ തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇറക്കാൻ പോകുന്നത്. കന്നഡയ്ക്ക് വേറെ പടം, അപ്പൊ ഇത് മലയാളം തന്നെയാണ്. മലയാള പടം വന്ന് കാണുക, തിയേറ്ററിൽ നിന്ന് കാണുക. പറയാൻ